കടയ്ക്ക് ബോറടിച്ച് നിന്നപ്പോൾ ഒറ്റ തീരുമാനം വർക്കലയ്ക്ക് വിട്ടാലോ. പിന്നെ ഒന്നും നോക്കില്ല, ആശാൻ്റെ വണ്ടിയിൽ ഞാനും ജാഗറും ഷെബിനും മോസിനും പൈസനും കൂടെ വർക്കലയിലേക്ക്. ഏതാണ്ട് സന്ധ്യയോടെ നമ്മൾ വർക്കല ക്ലിഫിലെത്തി. ക്ലിഫിലാണെങ്കിൽ നല്ല ജലക്കൂട്ടം. ഈവനിങ് വൈബിന് ഏറ്റവും പറ്റിയ സ്ഥലമാണല്ലോ വർക്കല ക്ലിഫ്. അപ്പോൾ വർക്കല ക്ലിഫിലെ കടകളെല്ലാം ഒന്ന് കണ്ട് ഒന്ന് കറങ്ങി ഫുഡ് കഴിച്ച് തിരിച്ചു വരാനാണ് നമ്മുടെ തീരുമാനം. ക്ലിഫിലേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ബുദ്ധ ബാർ കഫേയാണ്. ലൈഫ് ബിഗിൻസ് ആഫ്റ്റർ എ കോഫി എന്നാണ് അവരുടെ ആപ്തവാക്യം തന്നെ. അത് കഴിഞ്ഞ് പയ്യെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ലോസ്റ്റ് ഹോസ്റ്റൽസ് പാസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ടാറ്റു അടിക്കുന്ന കടകൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് അത് നല്ല ഫ്രഷ് മീൻ ഇരിക്കുകയാണ്. മീൻ ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സോൺ കൺട്രി കിച്ചൻ്റെയാണ് മീൻ. ഇവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് പാചകം ചെയ്ത് തരും. അതിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഓർഡർ എടുക്കാൻ. ആ വില അനുസരിച്ച് അവർ അകത്ത് കൊണ്ടുപോയി നമുക്ക് പാചകം ചെയ്ത് കഴിക്കാനായിട്ട് തരും. ഈ ഗോഡ്സോൺ കൺട്രി കിച്ചൻ്റെയൊക്കെ വൈബ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു വൈബാണ്. മ്യൂസിക് വിത്ത് ഫുഡ് ആണ് ഇവരുടെ പ്രധാനം. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ബട്ടർ ലെമൺ ഗാർലിക്ക് കാണാൻ പറ്റും. ബട്ടർ ലെമൺ ഗാർലിക്ക് നല്ല അലങ്കരിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡിവൈൻ കളക്ഷൻസിൻ്റെ മുന്നിലൂടെ നടന്ന് സീ വ്യൂ മൾട്ടി ക്യൂഷൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുന്നു. അവിടെ വഴിയോര കച്ചവടമുണ്ട്. വിദേശികൾ ഒരുപാട് പേര് നമ്മുടെ വിദേശ രാജ്യത്തെത്തുന്ന അതേ ഒരു വൈബാണ് ഈ ക്ലിഫിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നൈറ്റ് വരുമ്പോഴത്തേക്ക്. നൈറ്റ് വൈബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഹോട്ടൽ ഗ്രീൻ പാലസിൻ്റെ മുന്നിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കഫേ 360 എത്തി. കഫേ 360 ഇവിടുത്തെ നല്ല ഒരു റെസ്റ്റോറൻറ്റാണ് കഫേ 360 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വിദേശികളെ ഉൾപ്പെടെ ആകർഷിക്കുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റുകളും മറ്റുമാണ് ഇവിടെ ഉള്ളത്. വർക്കലയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ആണ് ഈ ക്ലിഫിൽ നൈറ്റ് റെസ്റ്റോറൻറ്റ്. അല്പം എക്സ്പെൻസീവ് ആണെങ്കിലും അത് നല്ലൊരു വൈബ് അടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ് കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പോഷും എല്ലാവരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും ഫോട്ടോ എടുക്കുന്നതുമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. കഫേ ഇറ്റാലിയനോ. ഇവിടുത്തെ ഫുഡൊക്കെ എന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബാണ്. പക്ഷേ നമ്മുടെ അവിടുത്തെ വൈബ് അനുസരിച്ച് കഴിച്ച് മുമ്പോട്ട് പോകാം. വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോയി. അപ്പോൾ വിദേശികളെയും മറ്റുമൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കടകളും മറ്റുമൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പയ്യെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയും ക്ലഫൗട്ടി ബീച്ച് റിസോർട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡാർജിലിംഗ് കഫേ, അതും വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കലയിലെ പ്രധാനപ്പെട്ട കഫകളിലൊന്ന് ആണ് അവിടെ. എന്നിട്ട് പയ്യെ നമ്മളൊരു ചായ കുടിക്കാനായിട്ട്. റേറ്റൊക്കെ നിങ്ങളൊന്ന് നോക്കണം. കാര്യം നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള റേറ്റ് അല്ല, പക്ഷേ ആ ഒരു വൈബിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും. നമുക്ക് ചായ വന്നിട്ടുണ്ട്. കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ആ ശബ്ദമൊക്കെ കേട്ട്, തിരയടിക്കുന്ന ശബ്ദമൊക്കെ കേട്ട് ചായ കുടിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. പിന്നീട് കുറച്ച് നന്നായൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു യുവാക്കളുടെ തന്നെ ഒരു ഹരമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ജയ്ഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ലെമൺ ജ്യൂസ് ട്രീ എന്ന് പറയുന്ന സീ ഫുഡ് ഹബിൽ നിന്നാണ് നമ്മൾ ഈ ചായയൊക്കെ കുടിച്ചത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബ്ലാക്ക് ബീച്ച് റിസോർട്ട് കാണാം. ഇവിടെയും നല്ല വൈബാണ് കേട്ടോ. കടലിനോട്ട് ഇറങ്ങി നിൽക്കുന്ന പാറക്കെട്ടുകൾക്കിടയിൽ ഇരിക്കുന്ന ഒരെണ്ണമാണ്. പിന്നെ ടിക്കറ്റി ബ്ലൂ ഉണ്ട്. പിന്നീട് നമ്മൾ ബ്ലാക്ക് സാൻഡ് ബീച്ചിലെത്തി. ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ ഒരു കൂട്ടം തമിഴന്മാരെ കണ്ടു. അവർക്ക് ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ക്യാമറാമാൻ ഷിബിനെ വിളിച്ചവർ. കുറേ കറങ്ങിയ ശേഷം നമ്മുടെ പ്രധാന പരിപാടി ഫുഡ് അടിയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ബ്ലൂ മൂൺ കഫേയിലാണ് പോയത്. ബ്ലൂ മൂൺ കഫേ നല്ല വൈബൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരുപാട് വിദേശികളും മറ്റുമൊക്കെ ഉണ്ട്. സീ വ്യൂ കിട്ടിയില്ലെങ്കിലും അതിന് ഇടയിലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയത്. ഇനി നോക്കി നമുക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം നമ്മൾ ഓർഡർ ചെയ്തു. കൂടെ കോളയും ഓർഡർ ചെയ്തു. കോളയാണ് ആദ്യം വന്നത്. ഫുഡ് എത്തുവാനായിട്ട് ഒത്തിരി സമയമെടുക്കും. നമ്മുടെ ചുറ്റിലും വിദേശികളാണ് ഇരിക്കുന്നത്. പുറകിലൊക്കെ വിദേശികളാണ്. നമ്മളൊരു വിദേശ രാജ്യത്തെത്തിപ്പോയ ഒരു ചിന്തയാണ് ഇവിടെ വരുന്നത്. ഫുഡ് വരുന്നത് വരെ വിദേശികളെ വായി നോക്കാമെന്ന തീരുമാനമാണ് ഞാനെടുത്തത്. അപ്പോൾ അവരെയൊക്കെ ഇടയ്ക്ക് ഞാൻ സൂം ചെയ്ത് വീഡിയോയിൽ വരുത്തിയിട്ടുണ്ട്. ഇതേസമയം ഇവരെല്ലാവരും എന്തൊക്കെയോ കൂലംകുഷിതമായി ചർച്ച ചെയ്യുകയാണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചർച്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. പൈസ ലാസ്റ്റ് തളർന്ന് കിടക്കുകയായി. ഫുഡ് വരാതെ എത്ര നേരം കാത്തിരിക്കും. അങ്ങനെ ഒടുവിൽ നമ്മുടെ ഫുഡെല്ലാം എത്തി. വിവിധ തരത്തിലുള്ള ബിരിയാണികൾ ഓർഡർ ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് മീൻ ബിരിയാണിയൊക്കെയാണ് പലരും ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് നൂഡിൽസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം വന്നു. എല്ലാവരും വലിച്ചു വാരി കഴിച്ചു. നല്ല ആവേശത്തിലാണ് എല്ലാവരും ഫുഡ് കഴിച്ചത്. വളരെ രുചികരമായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. വർക്കലയായിരുന്നെങ്കിലും ഫുഡെല്ലാം നല്ല രുചിയുണ്ടായിരുന്നു. എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കഴിക്കാനും പറ്റി. എല്ലാവരും ഹാപ്പിയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ വീഡിയോയിൽ വന്നില്ലെന്ന് വേണ്ട, ഞാനും ഉണ്ട്. പിന്നെ ബില്ലെല്ലാം കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ബൈ ബൈ.